ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനി സെക്സ്റ്റൺ എഴുതിയ ദ ഫാർമേഴ്സ് വൈഫ്. ആനി സെക്സ്റ്റൺ വാസ് എ പുലിറ്റ്സർ പ്രൈസ് വിന്നിംഗ് അമേരിക്കൻ പോയറ്റ് ആൻഡ് എ key figure in the mid-20th century confessional movement. Known for her emotionally raw, intimate verse, she explored taboo topics like mental illness, suicide, and complex family dynamics, often detailing her own struggles with bipolar disorder. ആനി സെക്സ്റ്റൺ പുലിറ്റ്സർ സമ്മാന ജേതാവായ ഒരു അമേരിക്കൻ കവയിത്രിയും 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലെ കുമ്പസാര പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയുമായിരുന്നു. വൈകാരികമായി അസംസ്കൃതവും അടുപ്പമുള്ളതുമായ കവിതകൾക്ക് പേരുകേട്ട അവർ മാനസിക രോഗം, ആത്മഹത്യ, സങ്കീർണമായ കുടുംബ ചലനാത്മകത തുടങ്ങിയ നിഷിദ്ധ വിഷയങ്ങൾ പര്യവേക്ഷണം ചെയ്തു. പലപ്പോഴും ബൈപ്പോളർ ഡിസോർഡറായുള്ള സ്വന്തം പോരാട്ടങ്ങളെ വിശദമായി പ്രതിപാദിച്ചു. അവർ ജനിച്ചത് 1928 നവംബർ 9 മസാച്യുസെറ്റ്സിലെ ന്യൂട്ടണിൽ ജനിച്ചു. വിദ്യാഭ്യാസം: ഒരു വർഷം ഗാർലൻഡ് ജൂനിയർ കോളേജിൽ ചേർന്നു. പാത്ത് ഓഫ് പോയട്രി നോക്കാം. ഫോളോവിംഗ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇൻ 1953-1955, ഹെർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മാർട്ടിൻ ഓൺ encouraged her to write poetry as therapy. 1953-1955 പ്രസവാനന്തര വിഷാദത്തെ തുടർന്ന് അവരുടെ മാനസിക രോഗ വിദഗ്ധനായ ഡോക്ടർ മാർട്ടിൻ ഓൺ ഒരു ചികിത്സയായി കവിത എഴുതാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അവരുടെ പോയറ്റിക് സ്റ്റൈലും തീംസും നോക്കാം. കൺഫെഷണൽ പോയട്രിയാണ് ആദ്യത്തേത്. സെക്സ്റ്റൺ ഈസ് സിനോണിമസ് വിത്ത് ദ കൺഫെഷണൽ സ്റ്റൈൽ, യൂട്ടിലൈസിംഗ് ഇൻറ്റിമേറ്റ് പേഴ്സണൽ ഡീറ്റെയിലിംഗ് ഓഫ് ഹർ ലൈഫ്. സെക്സ്റ്റൺ കുമ്പസാര ശൈലിയുടെ പര്യായമാണ്. അവളുടെ ജീവിതത്തിലെ അടുപ്പമുള്ളതും വ്യക്തിപരവുമായ വിശദാംശങ്ങൾ അവൾ ഉപയോഗിക്കുന്നു. കോർ തീംസ്: ഹർ വർക്ക്സ് കവേഴ്സ് മെൻ്റൽ ഇൽനെസ്, ഹോസ്പിറ്റലൈസേഷൻ, ചൈൽഡ്ഹുഡ് ട്രോമ, സെക്ഷൽ ട്രോമ ആൻഡ് കോംപ്ലക്സ് ഫാമിലിയൽ റിലേഷൻഷിപ്പ്. മാനസിക രോഗം, ആശുപത്രിവാസം, ബാല്യകാല ആഘാതം, ലൈംഗിക ആഘാതം, സങ്കീർണമായ കുടുംബ ബന്ധങ്ങൾ എന്നിവ അവരുടെ കൃതികളിൽ ഉൾപ്പെടുന്നു. ഇനി മേജർ വർക്ക്സും അച്ചീവ്മെൻറ്റ്സും നോക്കാം. ഫസ്റ്റ് പബ്ലിക്കേഷൻ ടു ബെഡ്ലാം ആൻഡ് പാർട്ട് വേ ബാക്ക് 1960 എഴുതിയിട്ടുള്ളത്. പുലിറ്റ്സർ പ്രൈസ് വോൺ ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി ഇൻ 1967 ഫോർ ഹർ കളക്ഷൻ ലിവ് ഓർ ഡൈ. പിന്നെ അതർ കീ വർക്ക്സ്: ഓൾ മൈ പ്രെറ്റി വൺസ്, ലവ് പോയംസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ്. ഇനി മരണത്തെക്കുറിച്ച് നോക്കാം. കമ്മിറ്റഡ് സൂയിസൈഡ് ബൈ കാർബൺ മോണോക്സൈഡ് പോയ്സണിംഗ് ഓൺ October 4, 1974 at the age of 45. 1974 ഒക്ടോബർ 4 45 വയസ്സുള്ളപ്പോൾ കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റ് ആത്മഹത്യ ചെയ്തു. Her daughter Linda Gray Sexton later alleged that Annie had sexually and physically abused her, adding another layer of complexity to her life and work. ആനി തൻ്റെ ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും അവരുടെ മകൾ ലിൻഡ ഗ്രേ സെക്സ്റ്റൺ പിന്നീട് ആരോപിച്ചു. ഇത് അവരുടെ ജീവിതത്തിലും ജോലിയിലും സങ്കീർണതയുടെ മറ്റൊരു തലം കൂടി ചേർത്തു. ഇമ്പാക്റ്റ്: ഡെസ്പൈറ്റ് ദ കൺട്രോവേഴ്സ് ആൻഡ് her tragic end, she remains significant figure in American literature for her honest, intense exploration of the human psyche. വിവാദങ്ങളും ദാരുണമായ അന്ത്യവും ഉണ്ടായിരുന്നിട്ടും മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള സത്യസന്ധവും തീവ്രവുമായ പര്യവേക്ഷണത്തിന് അവർ അമേരിക്കൻ സാഹിത്യത്തിൽ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. ആനി സെക്സ്റ്റണിൻ്റെ ദി ഫാർമേഴ്സ് വൈഫ് ഒരു കുമ്പസാര കവിതയാണ്. അതിൽ ദാമ്പത്യത്തിലെ അസംതൃപ്തി, സ്ത്രീ ഒറ്റപ്പെടൽ, പുരുഷാധിപത്യ വിവാഹത്തിനുള്ളിൽ അടിച്ചമർത്തപ്പെട്ട നീരസം എന്നിവയെ പര്യവേക്ഷണം ചെയ്യുന്നു. ഗാർഹിക റോളിൽ കുടുങ്ങിയ ഒരു സ്ത്രീയായ പ്രഭാഷകൻ തൻ്റെ ഭർത്താവ് ഉറങ്ങുന്നത് നിരീക്ഷിക്കുന്നു. അവളുടെ കടുത്ത ഏകാന്തതയും അതൃപ്തിയും കാരണം അവൻ്റെ മരണത്തിനോ അഭാവത്തിനോ വേണ്ടിയുള്ള ഇരുണ്ട ആഗ്രഹങ്ങൾ പുലർത്തുന്നു. ഇതിലെ പ്രധാന തീമുകളാണ് ഗാർഹികതയിലെ ഒറ്റപ്പെടൽ, അതായത് കർഷകനും ഭാര്യയും തമ്മിലുള്ള വൈകാരിക വിടവ് ഈ കവിത എടുത്തു കാണിക്കുന്നു. കിടക്ക പങ്കിടുന്നുണ്ടെങ്കിലും അവർ വ്യത്യസ്ത ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. ഭാര്യ തൻ്റെ റോളിൽ അവഗണിക്കപ്പെടുകയും ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നതായി തോന്നുന്നു. ഭാര്യയുടെ വിരസതയും വൈകാരിക അവഗണനയും ഇരുണ്ട ഫാൻറ്റസികളിലേക്ക് നയിക്കുന്നു. അവർ സൂക്ഷിക്കുന്ന വീടിൻ്റെ വിയർപ്പിൽ അവൾക്ക് നീരസം തോന്നുന്നു.
ഇത് അവളുടെ ജീവിതത്തിൻ്റെ പരിമിതിയും ആവർത്തിച്ചുള്ളതുമായ സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുന്നു. ഈ കവിതയിലെ അവസാന വരികളിൽ വഴിത്തിരിവുണ്ടാവുകയാണ്. തൻ്റെ ഭർത്താവ് വികലാംഗനാവുകയോ കവിയാകുകയോ മരിക്കുകയോ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ നിർദ്ദേശിക്കുന്നു. ഇത് അവളുടെ ആന്തരിക ദുരിതത്തിൻ്റെ തീവ്രതയും സ്വാതന്ത്ര്യത്തിനായുള്ള അവളുടെ ആഗ്രഹവും എടുത്തു കാണിക്കുന്നു. കുമ്പസാര പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തി എന്ന നിലയിൽ സെക്സ്റ്റൺ പരമ്പരാഗത ഗാർഹിക സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം നിഷിദ്ധ വികാരങ്ങൾ, നീരസം, അക്രമം, തീവ്രമായ വ്യക്തിപരമായ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. കാർഷിക ജീവിതത്തിൻ്റെ ആദർശവൽക്കരിച്ച വീക്ഷണങ്ങളുമായി ഈ കവിത തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീയെ അവളുടെ സാഹചര്യങ്ങളുടെ തടവുകാരായി, അടുപ്പത്തിൽ പോലും വേർപിരിഞ്ഞ സ്വപ്നങ്ങളിലേക്ക് നിർബന്ധിതയായി അവതരിപ്പിക്കുന്നു. ഈ കവിതയിൽ അവളുടെ പകൽ സമയത്തെ നിശബ്ദതയെയും വിധേയത്വത്തെയും കവിത ഊന്നിപ്പറയുന്നു. ഇത് കോപത്തിൻ്റെയും നിരാശയുടെയും ആന്തരിക മോണോലോഗിൽ നിന്ന് വ്യത്യസ്തമാണ്. സന്തോഷകരവും ഉൽപ്പാദനക്ഷമവുമായ ഒരു ഗ്രാമീണ ജീവിതത്തിൽ പ്രതീക്ഷയുമായി ഈ കവിത വളരെ വ്യത്യസ്തമാണ്. പകരം അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ശൂന്യവും ആശയശൂന്യവുമായ യാഥാർത്ഥ്യത്തെ എടുത്തുകാണിക്കുന്നു. Annie Sexton's The Farmer's Wife is a confessional poem exploring marital dissatisfaction, female isolation, and suppressed resentment within a patriarchal marriage. The speaker, a woman trapped in her domestic role, watches her husband sleep, harboring dark desires for his death or absence due to her extreme loneliness and dissatisfaction. ആനി സെക്സ്റ്റണിൻ്റെ ദി ഫാർമേഴ്സ് വൈഫ് ഒരു കുമ്പസാര കവിതയാണ്. അതിൽ ദാമ്പത്യത്തിലെ അസംതൃപ്തി, സ്ത്രീ ഒറ്റപ്പെടൽ, പുരുഷാധിപത്യ വിവാഹത്തിനുള്ള അടിച്ചമർത്തപ്പെട്ട നീരസം എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നു. ഗാർഹിക റോളിൽ കുടുങ്ങിയ ഒരു സ്ത്രീയായ പ്രഭാഷകൻ തൻ്റെ ഭർത്താവ് ഉറങ്ങുന്നത് നിരീക്ഷിക്കുന്നു. അവളുടെ കടുത്ത ഏകാന്തതയും അതൃപ്തിയും കാരണം അവൻ്റെ മരണത്തിനോ അഭാവത്തിനോ വേണ്ടിയുള്ള ഇരുണ്ട ആഗ്രഹങ്ങൾ പുലർത്തുന്നു. ഇനി കീ തീംസ് നോക്കാം. Isolation in domesticity. The poem highlights the emotional chasm between the farmer and his wife. Despite sharing a bed, they live in separate worlds, with the wife feeling overlooked and confined by her role. കർഷകനും ഭാര്യയും തമ്മിലുള്ള വൈകാരിക വിടവ് ഈ കവിത എടുത്തു കാണിക്കുന്നു. കിടക്ക പങ്കിടുന്നുണ്ടെങ്കിലും അവർ വ്യത്യസ്ത ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. ഭാര്യ തൻ്റെ റോളിൽ അവഗണിക്കപ്പെടുകയും ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നതായി തോന്നുന്നു. അടുത്തത് റിസെൻമെൻറ്റ് ആൻഡ് പവർലെസ്നെസ്. ദ വൈഫ്സ് ബോർഡം ആൻഡ് ഇമോഷണൽ നെഗ്ലക്റ്റ് ലീഡ് ടു ഡാർക്ക് ഫാൻറ്റസീസ്. ഷീ റീസെൻസ് ദ സ്വീറ്റ് ഓഫ് ദ ഹൗസ് ദേ കീപ്, സിംബലൈസിംഗ് ദ കൺഫൈനിങ് repetitive nature of her life. ഭാര്യയുടെ വിരസതയും വൈകാരിക അവഗണനയും ഇരുണ്ട ഫാൻറ്റസികളിലേക്ക് നയിക്കുന്നു. അവർ സൂക്ഷിക്കുന്ന വീടിൻ്റെ വിയർപ്പിൽ അവൾക്ക് നീരസം തോന്നുന്നു. ഇത് അവളുടെ ജീവിതത്തിൻ്റെ പരിമിതിയും ആവർത്തിച്ചുള്ളതുമായ സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇനി ഫൈനൽ ടേൺ നോക്കാം. ഇൻ ദ ക്ലോസിംഗ് ലൈൻസ് ദ സ്പീക്കർ സജസ്റ്റ് ദാറ്റ് ഷീ വിഷസ് ഹർ ഹസ്ബൻഡ് വുഡ് ബി ക്രിപ്പിൾഡ്, become a poet or die, highlighting the intensity of her inner misery and her desire for freedom. അവസാന വരികളിൽ തൻ്റെ ഭർത്താവ് വികലാംഗനാകുകയോ കവിയാകുകയോ മരിക്കുകയോ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ നിർദ്ദേശിക്കുന്നു. ഇത് അവളുടെ ആന്തരിക ദുരിതത്തിൻ്റെ തീവ്രതയും സ്വാതന്ത്ര്യത്തിനായുള്ള അവളുടെ ആഗ്രഹവും എടുത്തു കാണിക്കുന്നു. ഇനി അടുത്തത് കൺഫെഷണൽ ടോൺ. ആസ് എ കീ ഫിഗർ ഇൻ ദ കൺഫെഷണൽ മൂവ്മെൻറ്റ്, സെക്സ്റ്റൺ വേഴ്സസ് ടാബു ഇമോഷൻസ്, റിസെൻമെൻറ്റ്, വയലൻസ് ആൻഡ് ഇൻറ്റൻസ് പേഴ്സണൽ ഡിസ്കണ്ടൻറ്റ് rather than focusing on traditional domestic joy. കുമ്പസാര പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയെന്ന നിലയിൽ സെക്സ്റ്റൺ പരമ്പരാഗത ഗാർഹിക സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിഷിദ്ധ വികാരങ്ങൾ, നീരസം, അക്രമം, തീവ്രമായ വ്യക്തിപരമായ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. The poem contrasts sharply with idealized views of farm life, presenting the woman as a prisoner of her circumstances, forced into separate dreams even in intimacy. കാർഷിക ജീവിതത്തിൻ്റെ ആദർശവൽക്കരിച്ച വീക്ഷണങ്ങളുമായി ഈ കവിത തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീയെ അവളുടെ സാഹചര്യങ്ങളുടെ തടവുകാരിയായി, അടുപ്പത്തിൽ പോലും വേർപിരിഞ്ഞ സ്വപ്നങ്ങളിലേക്ക് നിർബന്ധിതയായി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ആനി സെക്സ്റ്റൻ്റെ ദ ഫാർമേഴ്സ് വൈഫ്.
അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഏതാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.